ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. നമ്മുടെ മുൻഷി ഉണ്ടല്ലോ. മുൻഷി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുമ്പോൾ അനീഷിനെ കണ്ട ഉടനെ തന്നെ കൈ കൊടുക്കുന്നു. എന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ബിഗ് ബോസ് മാരി .com എന്ന് പറയുന്ന ഒരു കമന്റ് അടിക്കുന്നു. നന്നായിട്ടുണ്ട്. എന്ത് സ്ട്രാറ്റജിയുടെ ഭാഗമാണെങ്കിലും നന്നായിട്ടുണ്ട് എന്ന് മുൻഷി പറയുകയാണേ. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഒരു സ്ട്രാറ്റജിയുമല്ല. അപ്പോൾ മുൻഷി ചോദിക്കുന്നുണ്ട് നിന്നെ അനുമോള് കബളിപ്പിക്കായിരുന്നോ? അല്ല, എനിക്ക് എൻ്റെ കാര്യം മാത്രമേ അറിയൂ എന്ന് അനീഷ് പറയാണ്. ഞാനും അനുമോളും തമ്മിലുള്ള വിഷയം അതവിടെ ആ ചാപ്റ്റർ ക്ലോസ് ആയി. വേറെ മൂന്നാമതൊരാൾ വന്നിട്ട് അത് കുത്തിപ്പൊക്കേണ്ട ആവശ്യം എന്തായെന്ന് അനീഷ് ചോദിക്കുകയാണ്. സംഗതി കേൾക്കുമ്പോൾ ഭയങ്കര ന്യായമായിട്ടൊക്കെ തോന്നുമെങ്കിലും അതിനകത്തൊരു കുഴപ്പമുണ്ടല്ലോ. അനീഷെ മൂന്നാമതൊരാളെന്നല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കുത്തിപ്പൊക്കും. അനീഷും അനുമോളും സ്വകാര്യമായിട്ട് സംസാരിക്കാനായിരുന്നെങ്കിൽ ബിഗ് ബോസ് കഴിയുന്നതുവരെ കാത്തിരുന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അനുമോളെ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. വേറെ ആരും ഇതറിയില്ല, നിങ്ങൾ രണ്ടുപേരും മാത്രമേ അറിയൂ. അങ്ങനെ അനീഷ് ചോദിക്കുന്ന സമയത്ത് മൂന്നാമതൊരാൾ വന്ന് എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ ചെവിക്ക് പിടിച്ച് തള്ളിക്കളയണം. അത് അനീഷിന്റെ ഭാഗത്ത് ന്യായമുണ്ട്. പക്ഷെ ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ഫിനാലെ വീക്കിൽ തന്നെ അനീഷ് ഈ ഒരു പ്രേമ നാടകവുമായിട്ട് വരുന്ന സമയത്ത് എല്ലാവരും ഇടപെടും, എല്ലാവരും ചോദിക്കും. കാരണം അനീഷിൻ്റെത് അത്ര തീവ്രമായ തീക്ഷ്ണമായ പ്രേമമായിരുന്നെങ്കിൽ ഇത്രയും കാലം കാത്തിരുന്ന അനീഷിന് ഒരാഴ്ച കൂടെ അങ്ങ് കാത്തിരുന്നാൽ പോരായിരുന്നോ? ഇനി അതല്ലെങ്കിൽ അനീഷ് ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ? പെട്ടെന്നുണ്ടായ ഒരു പ്രേമമാണ്. ഇതിനെയാണ് നമ്മൾ ദിവ്യ പ്രേമം എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച വരെ ഈ പ്രേമം പറയുന്നതിന് തൊട്ട് മുമ്പത്തെ ആഴ്ച വരെ അനുമോളെ പല നോമിനേഷൻസിലും പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ്. അതുപോലെ ഈ പ്രേമം പറഞ്ഞ് തൊട്ടടുത്ത നിമിഷം ജയിൽ നോമിനേഷനിൽ പേര് പറഞ്ഞ ആളാണ്. അങ്ങനെയൊക്കെ ഒരു സവിശേഷമായ ദിവ്യ പ്രേമമാണ് അനീഷിന്റെ പ്രേമം. മുൻഷി ചോദിച്ചതിൽ തെറ്റ് പറയാനൊന്നും പറ്റില്ല. അനീഷിന്റെ സ്വകാര്യമായ വിഷയമാവുന്നത് ബിഗ് ബോസിന് പുറത്തിറങ്ങിയിട്ട് ആകുമ്പോഴാണ്. അവിടെ വെച്ച് അനീഷിന് എന്തും പറയാം, എന്തും തീരുമാനിക്കാം. അനീഷിന് ഇഷ്ടമുള്ള ആളെ പ്രപ്പോസ് ചെയ്യാം. ആരന്വേഷിച്ച് വരുന്നു? ഈ ഷോയ്ക്കകത്ത് നിന്ന് അനീഷ് പറയുമ്പോൾ അതിനെ ഗെയിമായിട്ടേ കാണാൻ പറ്റൂ. അതിനെ ആർക്കും റിയൽ ആയിട്ടൊന്നും കാണാൻ പറ്റില്ല. അതൊരു സ്ട്രാറ്റജി തന്നെ ആയിരുന്നു. അനീഷ് തന്നെ ഒരു ചാപ്റ്റർ അങ്ങോട്ട് തുറക്കുന്നു, എന്നിട്ട് അനീഷ് തന്നെ അങ്ങ് അടയ്ക്കുന്നു. വേറെ ആരും ഒന്നും ചോദിക്കാൻ പാടില്ല. സംഗതി അതൊന്നുമല്ല, ഗെയിം ആണെന്ന് പലർക്കും മനസ്സിലായി എന്ന് അനീഷിന് മനസ്സിലായി. അതാണ് പ്രശ്നം.